നമസ്കാരം. സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്ക് കണ്ടെത്തിയ ഭൂമിയിൽ സംസ്ഥാന സർക്കാരിന് അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സർക്കാർ നൽകിയ ഹർജി പാലാ സബ് കോടതി തിങ്കളാഴ്ച തള്ളി. എതിർകക്ഷികളായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഹാരിസൺ മലയാളത്തിൻ്റെയും വാദങ്ങൾ അംഗീകരിച്ചായിരുന്നു കോടതിയുടെ നടപടി. വിധി വന്നതോടെ ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭാവിയാണ് ആശങ്കയിലാകുന്നത്. 6 വർഷം നീണ്ടുനിന്ന നിയമവ്യവഹാരങ്ങൾക്കൊടുവിലാണ് കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായി വിധിയെത്തുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാർ ഹാജരാക്കിയ റവന്യൂ രേഖകളെല്ലാം കോടതി ഏകദേശം തള്ളിയിരിക്കുകയാണ്. അവകാശം ഉന്നയിച്ച 2263 ഏക്കർ സർക്കാർ ഭൂമിയല്ലെന്ന് കോടതി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായാണ് സർക്കാർ അവകാശവാദം ഉന്നയിച്ച ഈ ഭൂമിയുള്ളത്. 2018 MG രാജമാണിക്യം കമ്മീഷൻ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള എസ്റ്റേറ്റുകളുടെ പാട്ടക്കാലാവധി തീർന്നതാണെന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഭൂമിയുടെ മുൻ ഉടമകളായ ഹാരിസൺ മലയാളം ഹൈക്കോടതിയെ തുടർന്ന് സമീപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. തുടർന്ന് നടപടികൾ മരവിപ്പിച്ച ഹൈക്കോടതി ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിടുകയായിരുന്നു. ഇതിന് പിന്നാലെ 2019 സംസ്ഥാന സർക്കാർ പാലാ സബ് കോടതിയിൽ ഹർജി നൽകി. അയന ചാരിറ്റബിൾ ട്രസ്റ്റ്, ഹാരിസൺ മലയാളം ലിമിറ്റഡ്, ഡോക്ടർ സിനി പുന്നൂസ്, അന്തരിച്ച ബിഷപ്പ് KP യോഹന്നാൻ എന്നിവർക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ കേസ് ഫയൽ ചെയ്തത്. എരുമേലി സൗത്ത് വില്ലേജിലെ ഭൂമി 1910 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം പണ്ടാരവക പാട്ടം ഭൂമിയാണെന്നായിരുന്നു സർക്കാരിൻ്റെ ആദ്യത്തെ വാദം. ഹൈക്കോടതിയുടെ വിവിധ വിധികളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററാണ്. ഹാരിസൺസ് അടക്കമുള്ളവർ ഹാജരാക്കിയ 1947 ആധാരങ്ങളിലും ഇത് പണ്ടാരവക പാട്ടം ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. 2005 മുമ്പുള്ള ഒരു രേഖയും ഇത് സ്വകാര്യ ഭൂമിയാണെന്നതിന് രേഖാപരമായി തെളിവില്ല. പണ്ടാരവക ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. മണിമല വില്ലേജിലെ 150 ഏക്കർ വസ്തു സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ വനഭൂമിയാണെന്നും സർക്കാർ വാദിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു സർക്കാർ വാദം കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ 2018 ഹൈക്കോടതി വിധിയിൽ തന്നെ ഭൂമി തങ്ങൾക്ക് അവകാശമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഭൂ ഉടമകളായ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഭാഗമായ അയന ട്രസ്റ്റ് വാദമുന്നയിച്ചത്. ഹാരിസണും അവരുടെ മുൻഗാമികളും 100 വർഷത്തിലധികമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയാണെന്നും അതിനാൽ കൈവശ അവകാശമുണ്ടെന്നും വിൽപ്പന നടത്താമെന്നുമായിരുന്നു അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രധാന വാദം. ഒപ്പം നികുതി രസീതുകളും BTRഉം ഉടമസ്ഥ തെളിയിക്കുന്നുണ്ടെന്നും അയന ട്രസ്റ്റ് വാദിച്ചു. എന്നാൽ സിവിൽ കേസിന് പോകാൻ കോടതി എന്തിന് നിർദ്ദേശിച്ചു എന്ന മറു ചോദ്യമായിരുന്നു സർക്കാരിൻ്റേത്. 1865 പാട്ട വിളംബര പ്രകാരം ഭൂമിയിൽ തങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉറപ്പിക്കാമെന്ന് അയന വാദിച്ചു. എന്നാൽ വിളംബരത്തിന് പിന്നീടുള്ള ഇടപാടുകളിൽ സാധുത ഇല്ലെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും യുക്തിസഹമല്ലെന്നും ചൂണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ 2 തവണയും കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. തിങ്കളാഴ്ച ഭൂമിയിൽ സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശം കോടതി തള്ളിയതോടെ പണം നൽകി ഏറ്റെടുക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന് വിധിയെ ചോദ്യം ചെയ്ത് മേൽക്കോടതിയെ സമീപിക്കുക എന്നതാണ്. അവിടെ നിന്ന് എന്ത് തീരുമാനമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഭൂമിയുടെ വിലയിൽ ട്രസ്റ്റിന് സ്വാഭാവികമായും ഇനി കടുംപിടുത്തമാവാം. ഭൂമിയുടെ വിലയിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമെന്നും ബിലീവേഴ്സ് ചർച്ച് ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരാണെന്നും റവന്യൂ മന്ത്രി K രാജൻ അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്നത് ഈ സാഹചര്യത്തിലാണ്. വൻ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഉടനടി തീരുമാനമെടുക്കാവുന്ന ഒരു വിഷയമല്ല. ഇനിയും കോടതി വ്യവഹാരങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. എന്തുതന്നെ ആയാലും ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം.